സ്തോത്രം 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 സ്തോത്രം. ഓരമ ശന്ധൽ പ്രമാണ ഹസ്തജാല ഘടക വൈശ്യസ്യാധന പ്രമാണ ഘടകസ്യ ജീസസ് ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുമഹത്വം വ്യാപരിക്കപ്പെടണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, രക്തം കൊണ്ടും ജയമെടുക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. കർത്താവെ തിരുമഹത്വം വ്യാപരിക്കപ്പെടണം, ദൈവസാന്നിധ്യം വ്യാപരിക്കപ്പെടണം. ഉറാബാന ശന്തൽ പ്രമാണ ഹസ്തജാല ഘടകസ്യ ജുഡമാന ഹന്തരാജകൽക്കമാന വൈശസ്യ ധുരാമഹസ്യാന്ധർ പ്രമാണ ഘടകസ്യ. കർത്താവിൻ്റെ തിരുമഹത്വം വ്യാപരിക്കപ്പെടണം, ദൈവശക്തിയാൽ നിറയ്ക്കപ്പെടണം, ദൈവകൃപ വ്യാപരിക്കപ്പെടണം. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ഈ നല്ല സമയത്ത് അടുത്തു വരികയാണ്. പ്രത്യേക ദൈവ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ. ദൈവകൃപ വ്യാപരിക്കപ്പെടണം. ജാര ഹംഷി ഹറമാന ഹസ്തജു ഷമാന ഹസിയാദ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വൈകിയ വേളയിൽ കർത്തൃപാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ക്രോസ് ഫാമിലി ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന റോസ്ലിൻ സുരേഷ് ആൻറ്റി, ഇതിൻ്റെ മറ്റ് അഡ്മിന്മാർ, എന്നെ കേൾക്കുന്ന ഗ്രൂപ്പ് അംഗങ്ങൾ, മറ്റ് ദൈവദാസന്മാർ, ദൈവദാസിമാർ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുമശിഹായുടെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. സ്വർഗം നമ്മോട് കൂടെ ഇന്ന് ഈ വൈകിയ വേളയിൽ ഇരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വമേറിയ കരങ്ങളിലേക്ക് നമുക്കൊന്നിച്ച് ഈ നല്ല സമയത്ത് അടുത്തു വരുവാൻ കർത്താവ് ചെയ്തു തന്ന അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പലവിധമായിരിക്കുന്ന പ്രയാസങ്ങളുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും ഉലഞ്ഞു പോകാതെ ദൈവകരങ്ങളിലായിരിക്കാൻ സ്വർഗം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നമുക്കൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്, പ്രതികൂലങ്ങൾ, വീഴ്ചകൾ നേരിടുന്നവരുണ്ട്. എല്ലാവരെയും ഈ നല്ല സമയത്ത് കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു വേദവചനം വേഗത്തിൽ ദൈവസന്നിധിയിൽ വായിച്ച് അമേൻ താണിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു എന്ന ഒരു ദൂതാണ് ഈ പകലിൽ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തരുവാനിടയായി തീർന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദവാക്യമാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ദാനിയേൽ തൻ്റെ വീട്ടിൽ ചെന്ന് തുറന്നു കിടന്നിരുന്ന മാളിക മുറിയുടെ കിളിവാതിലിലൂടെ താൻ യെരൂശലേമിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു, സ്തോത്രം ചെയ്തു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ചരിത്രങ്ങളും പശ്ചാത്തലങ്ങളും വളരെ വ്യക്തമായി നമുക്കറിയാം. കാരണം ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ യൗവനത്തിലെ കൊട്ടാരത്തിലെ അടിമവേലയായി പിടിച്ചുകൊണ്ടുവന്ന് ചില കാലഘട്ടം ദാനിയേലിൻ്റെ ജീവിതം കഴിഞ്ഞ് അടുത്തൊരു ഭരണാധികാരി കയറിയപ്പോൾ ജീവിതത്തിൽ
ദാനിയേലിനൊരു മാറ്റം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്താണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വ്യതിയാനം? ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, മറ്റൊരു രാജ്യത്തിൽ താൻ വന്നിരിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ മകനെ ആശ്വസിപ്പിക്കുവാനിടയായി തീർന്നു. താൻ ആരാധിച്ച ദൈവത്തെ ആ രാജ്യത്ത് വന്നും മുറുകെ പിടിച്ചതുകൊണ്ട് തൻ്റെ ഭക്തനെ ദൈവം അടുത്തൊരു ചുമതലയ്ക്കകത്തേക്ക് ദൈവം കരം പിടിച്ച് കയറ്റുവാനിടയായി തീർന്നു. എല്ലാവർക്കും അറിയാം, യൗവന പ്രായത്തിലെ ദാനിയേലിനെ കൊട്ടാരത്തിനകത്ത് അടിമ വേലക്കാരനായി പിടിച്ചുകൊണ്ടുവന്ന് ആ കൊട്ടാരത്തിനകത്ത് താൻ വളർന്ന് ഒരു യൗവനക്കാരനായപ്പോൾ ഒരു രാജാവ് ഭരണത്തിൽ നിന്ന് മാറുവാനിടയായി തീർന്നു. മറ്റൊരാൾ അവിടെ ഭരണമേൽക്കുമ്പോൾ പുതിയ ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിനകത്ത് ആ രാജ്യത്തിൻ്റെ 120 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരാളായിട്ട് ദൈവം ദാനിയേലിനെ അവിടെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പകലിൽ ഞാൻ കൈമാറുന്നു. തന്നെ ഏൽപ്പിച്ചിരുന്ന ഇടത്ത്, താൻ വന്ന ഇടത്ത് ദൈവത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടു കൂടെ നിൽക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം തൻ്റെ ഭക്തനെ ആ ദേശത്തെ രാജ്യത്ത് മാനിക്കുവാനിടയായി തീർന്നു. ഈ പകൽ സമയത്ത് ദൈവാത്മാവിനോട് ചേർന്ന് അവൻ കൈമാറുകയാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടത്ത്, ഏൽപ്പിച്ചിരിക്കുന്ന വേലയിൽ നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ മുൻപോട്ട് ചുവടെടുത്തു വെച്ചാൽ ദൈവം അടുത്തൊരു പടിയിലേക്ക് നമ്മെ കരം പിടിച്ച് കയറ്റുവാൻ ഇടയായിത്തീരും. എൻ്റെ ഇന്ന് പകലിൽ കേൾക്കുന്ന അനേക ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്. ആമേൻ. അവരോട് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് ഞാൻ കൈമാറുകയാണ്. BC 605 ചെറുബാലനായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ദാനിയേൽ എന്ന് പറയുന്ന ഈ ഭക്തനെ മറ്റൊരു രാജ്യത്തിൻ്റെ അതിപ്രധാനിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ താൻ ദൈവത്തോട് കാണിച്ച കമ്മിറ്റ്മെന്റ്, താൻ ദൈവത്തോട് കാണിച്ച ദൈവിക സത്യസന്ധത, താൻ വന്ന ഇടത്ത് ഉലയുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായപ്പോൾ ദൈവം തൻ്റെ ഭക്തന്റെ ആ വിശ്വസ്തത കണ്ട് ഒരാളെ ദൈവം ഉയർത്തുവാൻ ഇടയായി തീർന്നു. വേഗത്തിൽ ഞാൻ അതിനകത്തേക്ക് കയറി വരികയാണ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയുവാൻ പറ്റും, എന്നെ ആക്കിയെടുത്ത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് വേല ചെയ്യുകയാണ് എന്ന ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ, സ്വർഗം ശുശ്രൂഷകൾക്കകത്ത്, ജീവിത അനുഭവത്തിനകത്ത്, ഭവനങ്ങൾക്കകത്ത്, വ്യക്തിപരമായി ദൈവം നമ്മെ ഉയർത്തുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണ ചുമതല കഴിഞ്ഞ് ദാര്യാവേശ് എന്ന് പറയുന്ന രാജാവ് ചുമതലയേൽക്കുമ്പോൾ ദൈവം ദാര്യാവേശ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഉള്ളത്തോട് ഇടപെട്ടതുപോലെ ചില രാജാക്കന്മാരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുവാൻ ഇടയായി തീർന്നാൽ ദേശത്തിൻ്റെ ചില അധികാര പദവി അലങ്കരിക്കുന്നവരോട് ദൈവം ഇടപെടുവാൻ ഇടയായി തീർന്നാൽ ശുശ്രൂഷകന്മാരുടെ, ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം കൈമാറുവാൻ ഇടയായിത്തീരും.
എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാനിവിടെ വിശ്വസിക്കുകയാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, ദാനിയേലിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്ന വിടുതൽ, ഇതിൻ്റെ പിന്നിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്ന ഭാഗം ഇങ്ങനെയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന തടയുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ ചില പ്രമാണിമാർ ദാനിയേലിന് ചുറ്റും കഴുകന്മാരെ റാഞ്ചി പറക്കുന്നത് പോലെ പറന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും പ്രാർത്ഥനകൾക്ക് പിന്നിൽ പ്രാർത്ഥനയെ തകർക്കുവാൻ ഒരു കഴുകൻ റാഞ്ചി നടക്കുന്നത് പോലെ നടക്കുന്ന ചില അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് പടവെട്ടുന്നവനാണെങ്കിൽ ദൈവം തൻ്റെ ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിനകത്തേക്ക് ദൈവാത്മാവ് കരം പിടിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. നെബൂഖദ്നേസറിന്റെ ഭരണകാലത്തിൽ താൻ കണ്ട ചില സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ തനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ രാജാവ് നിയോഗിക്കപ്പെട്ടതായ ആഭിചാരക്കാരുണ്ട്, മന്ത്രവാദക്കാരുണ്ട്, ശകുനവാദിക്കാരുണ്ട്, കൂടോത്രക്കാരുണ്ട്, ക്ഷുദ്രപ്രയോഗക്കാരുണ്ട് എന്ന് വേണ്ട ഇങ്ങനെയുള്ളവരെ ആ കൊട്ടാരത്തിനകത്ത് രാജാവിൻ്റെ ആവശ്യങ്ങളെ, രാജാവിൻ്റെ കാര്യങ്ങളെ മുന്നമേ തിരിച്ചറിയുവാൻ വേണ്ടി ആക്കി വെച്ച ചിലർക്ക് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലരും പിന്നോട്ട് വലിഞ്ഞു നിൽക്കുമ്പോൾ കൊട്ടാരത്തിനകത്തു നിന്ന് ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: രാജാവേ, നീ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു തരുവാൻ പറ്റുന്ന ഒരുവൻ ഈ കൊട്ടാരത്തിനകത്തുണ്ട് എന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ രാജാവ് ചോദിച്ച ചോദ്യമാണ് അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അന്ന് പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ബെൽഷസ്സർ എന്നറിയപ്പെട്ടതായ, ഇന്ന് ദാനിയേൽ എന്നറിയപ്പെടുന്ന ഈ യൗവനക്കാരന് നിന്റെ സ്വപ്നത്തെ വെളിപ്പെടുത്തി തരുവാൻ കഴിയുമെന്ന് ഒരു ശബ്ദം കൊട്ടാരത്തിന്റെ അകത്ത് ചലിച്ചതിന്റെ കാരണം ദൈവം ഒരുവനെ ഉയർത്തുവാൻ, ദൈവം ഒരുവനെ മുൻപോട്ട് വിടുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിക്കകത്ത് ദൈവം ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. അതാണ് പ്രാർത്ഥന എന്ന വലയത്തിന്റെ ശക്തി. പ്രാർത്ഥിക്കുന്നവനാണോ കഴുകൻ നിന്റെ ചുറ്റും വട്ടം കറങ്ങി നിന്നെ കൊത്തി കടിച്ചു കീറാൻ ശ്രമിച്ചാലും ആത്മമണ്ഡലത്തിനകത്ത് ദൈവം നിന്നോട് കൂടെ ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. ജീസസ് ലോർഡ്. ആ ദൈവത്തെയാണ് കൊട്ടാരത്തിനകത്ത് ദാനിയേൽ പ്രസന്റ് ചെയ്യുവാൻ ഇടയായി തീർന്നത്. എത്ര പേർക്ക് ഇന്ന് പകലിൽ വിശ്വാസത്തോടുകൂടെ വിളിച്ചു പറയുവാൻ പറ്റും, എൻ്റെ ദൈവം തീക്കകത്തും ഇറങ്ങി വരുന്ന ദൈവമാണ്, എൻ്റെ ദൈവം മുൾപ്പടർപ്പിനകത്തും ഇറങ്ങി വരുന്ന ദൈവമാണ്, എൻ്റെ ദൈവം പത്മോസിന്റെ അകത്തും ഇറങ്ങി വരുന്ന ദൈവമാണ്, എൻ്റെ ദൈവം കാരാഗ്രഹത്തിനകത്തും ഇറങ്ങി വരുന്ന ദൈവമാണ്. തൻ്റെ ഭക്തന്മാർക്കെതിരെ ആരെങ്കിലും അവനൊരു വിരല് ചലിപ്പിച്ചാൽ അവന് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരുവനെ ഇന്ന് പകലിൽ നമുക്ക് മുൻപിലുള്ളൂ. അത് വേറെ ആരുമല്ല, നസ്രയനായിരിക്കുന്ന യേശു മശിഹായ. ആമേൻ. അവൻ ഇന്ന് പകലിൽ ദൈവാത്മാവിനോട് ചേർന്ന് ഞാൻ കൈമാറുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായി വെളിപ്പെട്ടു വരുന്ന, ദൈവിക സാന്നിധ്യത്തിന് വിരുദ്ധമായി ചലിക്കപ്പെടുന്ന
അന്യായ നുഖങ്ങൾക്കെതിരെ ഇന്ന് പകലിൽ എൻ്റെ ദൈവം ചലിക്കുവാനിടയായിത്തീരും. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു രാജ്യത്ത് അവൻ തൻ്റെ ഭക്തനെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും പലരുടെയും ചിന്ത ഇങ്ങനെയാ, ഇതോടുകൂടി ഇവൻ്റെ പ്രാർത്ഥന അസ്തമിച്ചു എന്ന് ചിന്തിച്ചവരുണ്ട്. ഒരു കഴുകൻ റാഞ്ചി നടക്കുന്നത് പോലെ ദാനിയേലിന് ചുറ്റും ചില സമൂഹം റാഞ്ചല് പോലെ നടക്കുമ്പോഴും, പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ഇറങ്ങി നിൽക്കുമ്പോഴും ആ ഭക്തന് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളും ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കപ്പെടുന്ന ചിലർ ഇതിനകത്തുണ്ട്. റബന ഹസ്തജാല ഘടക വൈശസ്യാധന. ആ ദൈവം ഇന്ന് പകലിൽ ആത്മാർത്ഥമായി ദൂത് ഞാൻ കൈമാറുന്നു. വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ അവൻ ഒരുക്കുവാനിടയായി തീരുകയാണ്. Praise to Jesus Lord. റബല ഹദരബല ഹസ്തജാല ഘടക വൈശസ്യാധന. എത്ര പേർക്ക് പറയുവാൻ പറ്റും, എൻ്റെ ദൈവം ഇന്ന് പകലിൽ നമ്മോട് കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കരുതൽ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഉടബാരഗതന ഹന്തര ജഗൽക്കമാന വൈശസ്യ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാ, ആ കൊട്ടാരത്തിനകത്ത് രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ഒരു പറ്റം ആൾക്കാർ സൈഡ് വഴി ഇങ്ങനെ ചെയറിലിരിക്കുകയാ. രാജകൊട്ടാരത്തിനകത്ത് രാജാവ് അവിടെ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു, പക്ഷേ അത് ഞാൻ മറന്നുപോയി. അവിടെ കൂടിയിരുന്ന മന്ത്രവാദിയോട്, ശകുനവാദിക്കാരോട്, ആഭിചാരക്കാരോട്, മഷിനോട്ടക്കാരോട് അമേൻ രാജാവ് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം, ലൈംഗിക സ്വപ്നമൊന്ന് വെളിപ്പെടുത്തി തരണം. രാജാവിനോട് അവിടെ കൂടിയിരുന്ന ചിലർ പറഞ്ഞത് ഇങ്ങനെയാ, രാജാവേ, നീ കണ്ട സ്വപ്നം ഏതാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ പലർക്കും മറഞ്ഞു കിടക്കുന്നതിനെ ജീവനുള്ളവനായ ദൈവം വെളിപ്പെടുത്തുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ആമേൻ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തെ വ്യതിയാനം വരുത്തുന്നതാണ്. ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്തിനാണ് പ്രാർത്ഥിച്ചതെന്നുള്ള കാര്യം അറിയാമല്ലോ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായ ഒരു രേഖ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഈ രേഖയുടെ പശ്ചാത്തലം എങ്ങനെയാണ്? ഇനി രാജാവ് പറയാതെ മറ്റൊരു ദൈവത്തോട് ഇവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമില്ല എന്ന ഒരു രേഖയാണ് ദാനിയേലിനെതിരെ എഴുതപ്പെട്ടത്. ആമേൻ. ആ എഴുതപ്പെട്ട രേഖ ദാനിയേൽ കൂടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു രേഖ ഇവിടെ എന്ത് ചെയ്യുന്നത്, എഴുതിക്കൊണ്ടിരുന്നത്. ആമേൻ. രേഖയുടെ ഉള്ളടക്കത്തിൽ നമുക്കറിയാം. ആമേൻ. എന്താന്ന്, ഇനി രാജാവിൻ്റെ അനുവാദമില്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല എന്ന ഒരു അവസ്ഥ. എന്നാൽ എഴുതിയ രേഖയ്ക്ക് പിന്നിൽ ഭയപ്പെടാതെ ശക്തമായി ദാനിയേല് തുറന്നു കിടന്നിരുന്ന കിളിവാതിലിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട്
താൻ സേവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു കുറ്റം രാജാവിനോട് ചെന്ന് പറഞ്ഞപ്പോൾ ദാര്യാവേശിന് ഉള്ളുകൊണ്ട് ദാനിയേലിന് വളരെ ഇഷ്ടവും സ്നേഹവുമാണ്. പക്ഷെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ തെറ്റിച്ചത് കാരണം ദാനിയേലിനെതിരെ ഒരു കൽപ്പന അവിടെ വെളിപ്പെട്ടു. എന്താണ് കൽപ്പന? പ്രാർത്ഥിച്ച മനുഷ്യനെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സിംഹത്തിൻ്റെ ഗുഹ തനിക്ക് പിന്നിൽ വെളിപ്പെടുമ്പോഴും ചഞ്ചലപ്പെട്ടു പോകാതെ ആ മനുഷ്യൻ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. രാജാവ് വന്ന് പറഞ്ഞു, ദാനിയേലേ, നിന്നെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് വലിച്ചെറിയുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദാനിയേലിനവിടെ സിംഹത്തിൻ്റെ ഗുഹയൊരുങ്ങുമ്പോൾ സിംഹത്തിൻ്റെ കൂട്ടത്തിനകത്തേക്ക് ദാനിയേലിനെ വലിച്ചെറിയുന്നതിന് മുൻപ് ദൈവം ആ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് ഇറങ്ങി വന്ന് സിംഹങ്ങളെ അടക്കിയിരുത്തിയെങ്കിൽ ചിലരെ ദൈവം വായടപ്പിച്ച് ഇരുത്തുന്ന ചില ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾക്ക് മുൻപിൽ ഉത്തരങ്ങൾ ലഭിക്കാതെ വണ്ണം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുന്നു, ദൈവം അവരെ സന്ദർശിക്കുന്ന ഒരു പകലായി ഈ നാളുകൾ മാറാൻ പോകുകയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉത്തരം കൈമാറുകയാണ്. അറാലാമാന ശന്തൽ പ്രമാന ഹതര ജഗൽക്കമാന വൈശസ്യ. ആ ദൈവത്തിൻ്റെ കരുതൽ ഇന്ന് പകലിൽ ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ചില വ്യക്തികളോട് ദൈവാത്മാവിനോട് ചേർന്ന് ഞാൻ കൈമാറുന്നു. നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ മറുപടി നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഭാരങ്ങൾക്ക് മുൻപിൽ ദൈവാത്മാവ് ഇടപെടാൻ പോകുകയാണ്. മുൻപോട്ട് വിടുകയില്ലെന്ന് നമ്മെ നോക്കി വെല്ലുവിളിക്കുന്ന ദേശത്തിൻ്റെ ആധിപത്യ മണ്ഡലങ്ങളും മുഖങ്ങളുമുണ്ട്. പക്ഷേ സ്വർഗം കൈമാറുന്ന ഒരു വാക്ക് ഞാൻ ഇതിനകത്ത് പറയുന്നു. സുവിശേഷകരെ മുൻപോട്ട് വിടുകയില്ലെന്നോ, സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നമ്മിൽ വ്യാപരിക്കപ്പെടുന്ന മേഖലകളുണ്ടെന്ന് വെല്ലുവിളി ഉയർത്തുന്നതിനെ ഇന്നു രാത്രിയിൽ ഈ പകലിൽ തകർത്ത് കളയുവാൻ പറ്റുന്ന ഒരു ദൈവം ഇതിനകത്ത് ഇന്ന് പകലിൽ വെളിപ്പെടുന്നുണ്ട്. എന്നെ രാജ്യങ്ങൾക്കകത്ത് ശ്രവിക്കുന്നവരുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ ശ്രവിക്കുന്നവരുണ്ട്, കേരളത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. ആമേൻ. അവരോട് ഞാൻ ആത്മാവിനോട് ചേർന്ന് പറയുന്നു, ആമേൻ, ഇത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഇന്ന് പകലിൽ രാജ്യങ്ങളെ മറികടക്കുന്ന ദൈവശക്തിയാണ്. ഒരു രാജ്യക്കാരനെ മറ്റൊരു രാജ്യത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗം അതേ വചനത്തിന്റെ വ്യവസ്ഥയിൽ ദൈവവചനത്തിനോട് ചേർന്ന് ഞാൻ കൈമാറുന്നു. ആയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ ദൈവം നമ്മെ ഉയർത്തുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യാപരിച്ചു നിൽക്കുന്ന ചില മേഖലകൾ, അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ കരുതല് ഇതിനകത്ത് ഇന്ന് പകലിൽ വ്യാപരിക്കപ്പെടുന്നുണ്ട്.
യേശുവിൻ നാമത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇവിടെ കൂടിയിരുന്ന ആഭിചാരക്കാരുണ്ടല്ലോ, മഷിനോട്ടക്കാരുണ്ടല്ലോ, ആമേൻ, ഇന്ന് വേണ്ട സകല നിലവാരത്തിലുമുള്ളവരിരുന്നപ്പോഴും അവർക്ക് ദൈവം മറച്ചു വെച്ചതിനെ അടിമവേലയ്ക്കായി കൊണ്ടുവന്ന ഒരു ദൈവഭക്തന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പകലിൽ ഞാൻ ചോദിക്കുന്നു, പല ദേശത്ത് ചിലർക്ക് മറഞ്ഞു കിടക്കുന്നതിനെ ആരാധിക്കുന്ന ദൈവ പൈതലിന് ആമേൻ ദൈവം തുറന്നു തരുവാനിടയായിത്തീരും. ജീസസ് ലോർഡ്. ദൈവം തുറക്കാൻ പോകുകയാ. ജൂഡാബാരാബ ശംദൽ പ്രമാണ ഹതരാജകൽക്കമാന വൈശസിയാധന. എത്ര പേർക്ക് ഇന്ന് പകലിൽ വിശ്വസിക്കുവാൻ കഴിയും? ആമേൻ. പ്രാർത്ഥനയാൽ ചിലത് തുറന്നു വരുവാനിടയായിത്തീരും. വചനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ആമേൻ വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഇവിടെ പഴയ നിയമഭക്തനായിരിക്കുന്ന ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആമേൻ. ബാൽ ദൈവങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിക്കുന്നവരുടെ മുൻപിൽ ഏലിയാവ് ഒറ്റയ്ക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. എന്താ പ്രാർത്ഥന? എന്താ പ്രാർത്ഥിക്കുവാൻ കാരണം? ആമേൻ. ഒരു മഴയ്ക്ക് വേണ്ടി അവൻ ഇവിടെ പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. 850 പരം അശേരന്മാരെയും ബാൽ ദൈവങ്ങളെയും സേവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഭക്തൻ യാഗപീഠത്തിന്റെ മുൻപിൽ കടന്നു വരികയാ പ്രാർത്ഥിക്കുവാൻ. അവൻ ഏകദേശം പ്രഭാതത്തിൽ അശേരന്മാരും ബാൽ ദൈവങ്ങളെ സേവിക്കുന്നവരും ഒരു യാഗപീഠം തയ്യാറാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. അല്ലെങ്കിൽ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. എങ്ങനെ? ഒരു കാളക്കുറ്റനെ കൊണ്ടുവന്ന് യാഗം കഴിച്ച് അതിനെ പാകം ചെയ്ത് യാഗപീഠത്തിന്മേൽ അടുക്കി വെച്ചിട്ട് അതിന്റെ പുറമേൽ കൂടെ വെള്ളമൊഴിച്ചിട്ട് തീ കത്തിക്കാൻ നോക്കിയ സമയമുണ്ട്. എന്നാൽ ഏകദേശം ചില മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവരുടെ ദൈവം അതിൽ വെളിപ്പെടാതെ വന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏലിയാവ് എന്ന് പറയുന്ന സഹോദരൻ പറയുകയാ, നിങ്ങളുടെ സമയം ഇവിടെ അവസാനിച്ചു, ഇനി എൻ്റെ സമയമാ, എൻ്റെ സമയമായി എന്ന് പറഞ്ഞ് ഒരു ആമേൻ ഹല്ലേലൂയ കാളക്കുറ്റനെ കൊണ്ടുവന്ന് അവർ ചെയ്തതുപോലെ തന്നെ അതിനെ കൊന്ന് അതിൻ്റെ തോലും പവയും കൊടലും പിണ്ടവും എല്ലാം മാറ്റിവെച്ചിട്ട് അതിനെ കഷ്ണം കഷ്ണമാക്കി ഒന്നേന്നൊരു യാഗപീഠം പണിത് അതിൻ്റെ മേലെ യാഗവസ്തുവിനെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ച് 4 ചുറ്റും തോടുപോലെ വെട്ടി അത് നിറഞ്ഞു നിൽക്കുന്ന ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ച് നിറഞ്ഞു കിടക്കുന്ന ഇതിനകത്തേക്ക് ഏലിയാവ് ഒരൊറ്റ പ്രാർത്ഥനയാ ഇവരുടെ മുൻപിൽ നിന്നുകൊണ്ട്. ആ ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം താണിറങ്ങി തീ യാഗപീഠത്തിൽ ഇറങ്ങി വന്നതുപോലെ ഹല്ലേലൂയ ചില പ്രാർത്ഥനകൾക്കകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങി വരുന്ന സമയമുണ്ട്. റബന ഹദരജല ഘടക വൈശ പ്രമനാധികാര ഘടക വൈശ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുമ്പോൾ, ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ ചില വെല്ലുവിളിയുടെ മുഖങ്ങൾ ഇന്ന് പകലിൽ ഇവിടെ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയുവാൻ കഴിയും, ദൈവത്തിന്റെ കരുതല് ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ.
വായിച്ചു വന്നത് ഇങ്ങനെയാണ്: ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇടപെടുവാൻ ഇടയായി തീർന്നു. ആമേൻ. സിംഹത്തിൻ്റെ ഗുഹ തനിക്കെതിരായി വെളിപ്പെട്ട് വന്നെങ്കിലും അതിനെ ജയിക്കുന്ന ഒരു ദൈവശക്തി സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് ഇറങ്ങി വന്നു. പിറ്റേ അന്ന് രാത്രിയിൽ ദാരിയാവേശ് രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞ്, ഉറക്കത്തെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ്, ഉഷ്ണവും പരവേശവും കൊണ്ട് ഉറക്കമില്ലാതെ ഇരുന്ന ദാരിയാവേശ് പിറ്റേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സിംഹത്തിൻ്റെ ഗുഹയുടെ കവാടത്തിങ്കൽ വന്നു നിന്നുകൊണ്ട് ഗേറ്റ് തുറന്ന് ആമേൻ ദാനിയേലിനെ വിളിക്കുമ്പോൾ ദാനിയേൽ അതിനകത്ത് ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവനായി കൈകൊട്ടി ആരാധിച്ചുകൊണ്ട് ഇറങ്ങി വരുവായിരിക്കാം. ഒറ്റ വിളിക്കകത്ത് സകലതും മാറ്റിമറിയുകയാണ്. ദാനിയേൽ ഒറ്റൊരു മനുഷ്യൻ കാരണം രാജ്യത്തിൻ്റെ നിയമ സംഹതികൾക്ക് ദൈവം അവിടെ ഒരു മാറ്റം ദാരിയാവേശിലൂടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. എത്ര പേർക്ക് പറയുവാൻ പറ്റും ദൈവത്തിൻ്റെ കരുതല് നമ്മുടെ ജീവിതത്തിലുണ്ട്? ആമേൻ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം അവിടെ ഇറങ്ങി വന്നതുപോലെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് ദാനിയേലിൻ്റെ ദൈവം ജീവനോടെ ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ആമേൻ ദാരിയാവേശിൻ്റെ അകത്ത് ആമേൻ സ്നേഹമൊന്ന് കണ്ടു നോക്കിക്കേ. ഒരു രാത്രി ഉറക്കമില്ലാതെ, ഒരു രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ, ഉഷ്ണവും പരവേശവും കൊണ്ട് ആമേൻ വട്ടുപ്പാവിൽ കൂടെ ഉലാവി നടക്കുന്ന ദാരിയാവേശിനെ കണ്ടു നോക്കിക്കേ. ആമേൻ. അങ്ങനെ കിടന്ന ദാരിയാവേശിൻ്റെ അകത്തെ ചിന്ത പിറ്റേ പ്രഭാതത്തിൽ വെളിച്ചം വീഴുന്നതിന് മുൻപ് ആമേൻ സിംഹത്തിൻ്റെ ഗുഹയുടെ അരികിൽ വന്നു നിന്നുകൊണ്ട് ദാനിയേലിനെ വിളിക്കുമ്പോൾ ജീവനുള്ളത്തെ ദൈവത്തെ സേവിക്കുന്ന ദാനിയേലിനെ ദൈവം ജീവനോടെ പുറത്തു കൊണ്ടുവരുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിക്കകത്ത് ദാനിയേൽ പുറത്തു വന്നപ്പോൾ ദാരിയാവേശിനൊരു കാര്യം മനസ്സിലായി. ഇവൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാ. രാജ്യത്ത് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി ഇവിടെയുള്ളവരെല്ലാം ദാനിയേലിന്റെ ദൈവത്തെ ആരാധിക്കണമെന്ന്. ഒറ്റയൊരു മനുഷ്യൻ ദൈവത്തെ ആരാധനയിൽ വെളിപ്പെടുത്തിയെങ്കിൽ ഈ പകലിൽ ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ ദേശത്ത്, നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മൾ ദൈവത്തെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതുപോലെ ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു പകലും ധനവും നാളുകളും ഉണ്ടെന്ന് ദൈവത്തിനോട് ചേർന്ന് ഞാൻ കൈമാറിക്കൊണ്ട് ദായിച്ച വചനം ഇങ്ങനെയാണ്: എങ്കിലും ഹല്ലേലൂയ, ദൈവം ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ചില മറുപടി നമുക്ക് വേണ്ടി തരാൻ പോകുകയാണ്. ദൈവം ചില വിടുതൽ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ സമയം വായിച്ച എത്രത്തോളം സമയം ഞങ്ങൾക്ക് ഒന്നിച്ച് ചേർന്ന് നിൽപ്പാൻ സ്വർഗം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കർത്തൃദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഗ്രൂപ്പ് അഡ്മിന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി പകലിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കപ്പെട്ടതിനായി സ്തോത്രം. കർത്താവ്, ഈ വചനങ്ങളാൽ കർത്താവെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിൽ ഓർപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കർത്താവ് ഒരുക്കി തന്നതിനായി സ്തോത്രം. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസി റോസ്ലാൻഡി, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ, ഗ്രൂപ്പിൻ്റെ മറ്റ് അഡ്മിന്മാർ, സഹോദരങ്ങൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഓർപ്പിച്ചുകൊണ്ട് ദൈവതരങ്ങളിൽ താണിരിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. എല്ലാവരും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.